ഹലോ, ഇന്നിതാ നല്ല ഒറോട്ടി മുട്ടക്കറിൻ്റെ റെസിപ്പി ആട്ടാ. അതായത് നമ്മളെ കണ്ണൂരുകാരൊരു സ്പെഷ്യലാണ്. ഒറോട്ടി എന്ന് പറയും, പത്തൽ എന്ന് പറയും. നമ്മളിപ്പോൾ എന്നാ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ വരുന്നൊരു കോംബോ ആണിത്. ഇനിയിപ്പോൾ ഇതാ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങയായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് പെരുംജീരകം ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക. ഈ മുളക് പൊടി നിങ്ങളെ മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. എൻ്റെ അടുത്ത് അധികം എരിവില്ലാത്ത മുളകാണ്. ഇനി അത് നല്ലോണം അരഞ്ഞിട്ടാകുമ്പോൾ ലാസ്റ്റ് എന്താക്കുക, നമ്മൾ ചെറിയ ഉള്ളിയില്ലേ അതൊന്നും ചെറിയൊരു പീസ് വെളുത്തുള്ളി ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇത് വഴറ്റാൻ വേണ്ടിയിട്ട് 1 പീസ് തക്കാളിയും 5-6 ചെറിയുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. നമ്മളെ ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പില ഇട്ട് വഴറ്റിയിട്ട് എന്താക്കാം, തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അടച്ച് വെച്ചിട്ട് തക്കാളി നല്ലോണം വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ തക്കാളി നല്ലോണം കുക്കായി കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ അതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്രേവി ഇതിവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള മുട്ട അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. മുട്ട ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അടച്ച് വെക്കട്ടെ. നമ്മളൊന്ന് സ്പൂണൊന്നും ഇട്ടിട്ട് ഇളക്കി കൊടുക്കരുത്. അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ മുട്ട കംപ്ലീറ്റ് ഉടഞ്ഞു പോകും. നമ്മളങ്ങനെ വെച്ചാൽ നമുക്കിങ്ങനെ ഓരോ മുട്ടയായിട്ട് സെപ്പറേറ്റ് കിട്ടും. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒറോട്ടി ഉണ്ടാക്കുന്നത് അത് ഞാൻ പൊടി വെച്ചിട്ടായിട്ട് ഉണ്ടാക്കുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടാണ് ഒറോട്ടി പൊടി വെച്ചിട്ട്. അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് ഒറോട്ടി കാണിക്കുന്നില്ല. പച്ചവെള്ളം ഉപ്പും കൂട്ടിയിട്ട് നല്ലോണം സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ റൗണ്ടിൽ പരത്തിയിട്ട് ചുട്ടെടുക്കാം. ഇപ്പോൾ ഒറോട്ടിയെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ എന്താക്കാം, നമ്മൾ കുറച്ച് തേങ്ങ എടുക്കാം. എന്നുവെച്ചാൽ അതിൽ കുറച്ച് നമ്മളെ ഗീയും കൂടി ചേർത്തിട്ട് നല്ല ചൂടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് എന്താക്കാം, നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. എന്നിട്ട് ഓരോ ഒറോട്ടിനെ അതിൽ മുക്കിയെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, നല്ല സോഫ്റ്റും ആവും. ഈ ഒറോട്ടിന ഇപ്പോൾ നാട്ടിൽ നിന്നെല്ലാം ഇങ്ങനെ ചൂടെന്ന് വെച്ചാൽ അധികമാളും നമ്മൾ ഈ പുഴുങ്ങലരിയില്ലേ അത് ഓവർനൈറ്റ് ഇപ്പോൾ രാവിലത്തേക്കാണെങ്കിൽ രാത്രി നല്ല തിളച്ച വെള്ളത്തിൽ കുതിർത്തെടുക്കും. എന്നിട്ട് രാവിലെ അരച്ചിട്ട് ഈ ഒറോട്ടിപ്പൊടിയും കൂടി മിക്സാക്കിയിട്ട് അതിനെ പാകത്തിന് ടൈറ്റാക്കിയിട്ട് ചൂട് ചെയ്യാം. ഈ ഒറോട്ടിനിങ്ങനെ തേങ്ങൻ്റെയും നെയ്യിൻ്റെയും മിക്സില്ലേ അതിൽ മുക്കിയെടുക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒറോട്ടി മുട്ടക്കറിയും പറയണ്ടല്ലോ, ഒരു മാജിക്കൽ കോംബോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ കറി നമുക്ക് ഈ നൈസ് പത്തിരിക്കും എല്ലാം നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.